നമസ്കാരമുണ്ട് ഗൈസ്, നമസ്കാരമുണ്ട്. അപ്പോൾ സമയം രാത്രി 12:03 സ്ഥലം ഗുജറാത്താണ്. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ സിനിമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ഇപ്പോഴത്തെ സിനിമകളുടെയൊക്കെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് എൻ്റർടൈൻമെൻറ്റ് കൂടുതലായിട്ട് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നു. കോണ്ടൻ്റെ കാര്യം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു കാമ്പില്ലാത്ത ഡെപ്ത് ഇല്ലാത്ത സിനിമകളാണ് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ ഈ ഡിസ്ക്ലെയിമറായിട്ട് ആദ്യം തന്നെ പറയാം, ഇതൊന്നും മോശം സിനിമയാണെന്നൊന്നും അല്ല വാദിക്കുന്നത്. നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറയണം കേട്ടോ. ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സിനിമ അതേ തീമിലുള്ള അതിനേക്കാളും മികച്ച സിനിമകൾ നമ്മുടെ ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഭാഷയിലും മറ്റു ഭാഷകളിലായിട്ടൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ ഈ ഒരു എന്താ പറയുക ഒരു റൊമാൻറ്റിക് ഫൺ മൂഡിലുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പ്രേമലു അതിൽ നിന്നൊക്കെ അതായത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിൽ ഒന്നായിട്ട് മാറി അല്ലേ. 120 കോടിക്ക് മുകളിൽ കളക്ഷൻ വാരി കൂട്ടിയൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അപ്പോൾ അത്തരം സിനിമകളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഇപ്പം ഈ അടുത്തിറങ്ങിയ 1-2 സിനിമകളുടെ കാര്യം നോക്കുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് നല്ല വാല്യൂ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് എന്താ പറയുക നന്നായിട്ട് എൻജോയ് ചെയ്ത് അതായത് എൻ്റർടൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ സിനിമ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സിനിമയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഒന്നുമില്ല. അതായത് ഒരു ഡെപ്ത് ഫീല് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാനിങ്ങനെ സ്മൃതിയായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ, നല്ല കാമ്പുള്ള സിനിമകൾ വളരെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ നിന്റെ എതിരഭിപ്രായങ്ങൾ കുറച്ചുണ്ടായിരുന്നല്ലോ, അതെന്തൊക്കെയായിരുന്നു? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും നമ്മളൊരു തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോവാ, 2 മണിക്കൂറിൽ 2.5 മണിക്കൂർ നമ്മൾ ആ തിയേറ്ററിൽ എന്തിനാ പോകുന്നത്? ആ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാ പോകുന്നത്. അല്ലാതെ അവിടെ ഇരുന്ന് ആ നോളേജ് ഇങ്ങനെ വാങ്ങിക്കാനോ ഒന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഫോർ റിലാക്സ് ആയിട്ട് എന്ത് ജേർണലാണോ ആ സിനിമ എന്റർടൈൻമെന്റ് പർപ്പസ് കാണാനായിട്ടാണ് നമ്മൾ രണ്ടുപേരും അല്ല എല്ലാവരും തന്നെ പോകുന്നത് അല്ലേ? അതിനോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഒരു മാസ് പടം ഇറങ്ങുക എന്ന് പറയുമ്പോ ചേട്ടൻ എന്തായിരിക്കും അതിനകത്തൊന്ന് പ്രതീക്ഷിക്കുന്നത് കാണാൻ പോകുമ്പോഴത്തേനും? അത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ ചേട്ടൻ അതിനകത്ത് എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷയാണോ ചേട്ടൻ കാണാൻ പോകുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വെട്ടം സിനിമ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പൊ വെട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ സിനിമയാണ്. പക്ഷേ അങ്ങനെ ഒരു സിനിമയാണെങ്കിൽ പോലും ആ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ കാര്യം മാത്രം നോക്കുവാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു തകർന്നടിഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് നിന്ന് ഈ കോമഡി പറയുന്നത്. പക്ഷേ സിനിമയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളിൽ ചില സീനുകളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ ദിലീപ് ഏട്ടൻ മറ്റേ നായിക ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുന്നൊരു സീൻ വരുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ച് ബാക്ക് പറയും പറഞ്ഞൊരു സീനുണ്ട്. അതായത് ഒരു തീപ്പെട്ടി കൊള്ളി എടുത്ത് നിന്നെ തലക്കടിച്ചിട്ട് എനിക്ക് പോകാവുന്ന കാര്യമുള്ളൂ, പക്ഷേ ഞാനത് ചെയ്യാതെ നിന്റെ കൂടെ നിൽക്കുന്നത് നിന്നോട് അല്പം സ്നേഹം തോന്നിയിട്ട് അങ്ങനത്തെ ആ സീന് മുന്നേ അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതയുള്ള ആ ഒരു സമയത്തൊക്കെ ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ, ഒരു ഡെപ്ത് ഉണ്ട്. അതായത് ആ ക്യാരക്ടറിനകത്തേക്ക് നമ്മൾ അറിയാതെ പോകുന്നൊരു ഫീലുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അതായത് ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമകളിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ഒരു റീൽസ് യുഗമാണ്, ഒരു ഷോർട്സിന്റെ യുഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ടാണ് നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടേണ്ടത്. അപ്പം ആ കാര്യത്തിൽ ഇന്നത്തെ സിനിമകൾ വളരെയധികം വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നല്ല കളക്ഷൻ വാരുന്നുമുണ്ട്. കറക്റ്റല്ലേ? അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അതായത് അങ്ങനത്തെ ഒരു ഡെപ്ത് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ഏറെക്കുറെ ഉണ്ടല്ലോ. യെസ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്ന് പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടിറങ്ങിയ മികച്ച കോണ്ടന്റ് ഉള്ള സിനിമകൾ, കോണ്ടന്റ് പ്ലസ് എന്റർടൈൻമെന്റ്, അതായത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കോണ്ടന്റ് സാക്രിഫൈസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ കോണ്ടന്റ് മാത്രം നോക്കിയിട്ട് ഇറക്കുന്നതും അല്ല, അതിന്റെ കൂടെ തന്നെ എന്റർടൈൻമെന്റും കൊണ്ടുപോകുന്ന സിനിമകൾ. ഇനി എത്ര എന്താ പറയുക വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള സിനിമകളാണെങ്കിൽ പോലും ആ സെന്റിമെന്റിൽ ആ ഒരു സീൻ കണ്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്ന സിനിമകളായിരുന്നു. അപ്പം അത്തരം സിനിമകൾ മലയാളത്തിൽ ഒരുപാട് ഒരു എൻ നമ്പർ ഓഫ് സിനിമകൾ കണ്ട് ആ ഒരു എന്താ പറയാ അങ്ങനെയാണ് നമ്മൾ സിനിമകൾ കാണാൻ പഠിച്ചത്. ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ്, അതാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പഴയ കാലഘട്ടത്തിൽ തമിഴ് സിനിമകളൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ എന്ത് കത്തിയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇന്നിപ്പോ ആ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളും
ഇങ്ങനത്തെ അങ്ങനത്തെ മാസ് ആക്ഷൻ സിനിമകളോടാണ് സിനിമകൾ. എല്ലാവർക്കും ഭയങ്കര. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിയേറ്റർ ഹൗസ്ഫുൾ ആണെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുക തന്നെ വേണം. യെസ്, അപ്പൊ അതും ഒരു ഫാക്ടറാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞ് പോകാനും പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ബിസിനസ്സാണ്, മണിയാണ് ഇതിന്റെ ഏറ്റവും ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് കിട്ടണം അല്ലേ. ഇനി എന്തൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും എന്റർടൈൻമെന്റ് തന്നെയാണ് ഏറ്റവും ഒരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റും കൂടെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ, അതായത് കോണ്ടന്റിനും കൂടെ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങുന്ന പ്രേക്ഷകന് പിന്നീട് ഒരു 10 മിനിറ്റെങ്കിലും കുറച്ച് ആ സിനിമയെ കുറിച്ച് ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ഓക്കെ ആ ഒരു സീൻ, അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അങ്ങനത്തെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇപ്പൊ ആർക്കാ സമയം? പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ മലയാള സിനിമകളുടെ കാര്യമാണ്. പക്ഷേ ഇതുപോലെ മികച്ച കോണ്ടന്റിലുള്ള സിനിമകൾ ഒരുപാട്, ചിലപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമായിരിക്കാം, പ്രേക്ഷകർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നപ്പോ കുറെ പ്രൊമോഷനുകൾക്കൊക്കെ വരുമ്പോൾ കുറെ ആൾക്കാരിലേക്ക് ഇങ്ങനെ സിനിമകൾ എത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. യെസ്, അത് മാത്രമല്ല ഈ കാലഘട്ടത്തിന് നമ്മൾ നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ മൊബൈലിനെയും സോഷ്യൽ മീഡിയ ഒക്കെ എത്രത്തോളം കുറ്റം പറയുന്നുണ്ടോ അത്രത്തോളം നമ്മൾ നന്ദിയും പറയണം. കാര്യം ഇന്നിപ്പം ഈ ഒരു കാലഘട്ടം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല പഴയ സിനിമകളും ഇന്നിപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. അതായത് നല്ല സിനിമകളെ അതായത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രേക്ഷകർ ഇപ്പോൾ നമുക്കുണ്ട്. അത് സിനിമകളെ കുറിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇതുപോലെ കോണ്ടന്റ് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയ കുറേയധികം സിനിമകൾ പരാജയപ്പെട്ടു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ വളരെ മികച്ച തിയേറ്ററുകളുണ്ട്. നമുക്ക് 4K പ്രൊജക്ഷനിലും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ DTS Xൽ വരെ ഇന്നിപ്പോൾ സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഴയ സിനിമകൾ റീമാസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഒരു 1-2 വർഷം മുന്നേ കണ്ട നമ്മുടെ ലാലേട്ടൻ്റെ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ 4K ഡോൾബി അറ്റ്മോസിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നിറങ്ങിയ ഒരു പ്രമുഖ നടന്റെ പുതിയ സിനിമയെക്കാളും ആൾക്കാരുണ്ടായിരുന്നു സ്ഫടികത്തിന് അല്ലേ. അതൊരു സത്യമാണ്, നമുക്കത് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ചയിലേക്ക് എത്തിയതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അതായത് കുറേ അഗാധമായിട്ട് അത്രയും ഡെപ്തിലേക്കുള്ള ഒരു നമ്മൾ എന്താ പറയുക, ഒരു സാധാരണ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. യെസ്, നമ്മുടെ ദേവദൂതൻ അല്ലേ. ഡിസംബർ 22, 2000 സിനിമ റിലീസ് ചെയ്തത്. സിബി മലയിൽ അദ്ദേഹമാണ് ആ ഒരു സിനിമയുടെ ഡയറക്ടർ അല്ലേ. ഒരു ക്രിസ്മസ് സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചൊരു സിനിമയായിരുന്നു നമ്മുടെ ദേവദൂതൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ പക്ഷെ ആൾക്കാർ അത് അത്രമാത്രം ഏറ്റെടുത്തില്ല. ചിലപ്പം ആൾക്കാർ ചിന്തിച്ച് കാണും ലാലേട്ടന്റെ സൈഡിൽ നിന്നൊരു മാസ് പടമായിരിക്കും ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. യെസ്, അത് സിനിമ ഇപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഇപ്പൊ നിന്റെ മനസ്സിലേക്ക് നീ ആലോചിക്കുവാണെങ്കിൽ എന്താണ് ആ ഒരു സിനിമയുടെ എന്താണ് അതിന് കിട്ടുന്നത്? ആ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള ആ ക്യൂരിയോസിറ്റി, അതാണ് അതിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുന്നത്. ആ ഒരു ഹൊറർ ഫീൽ അല്ലേ, ഒരു ഹൊറർ മിസ്റ്ററി മൂവിയാണല്ലോ. അപ്പം അവസാനം വരെ ഇങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ പോയി അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും, ഇപ്പോൾ ലാലേട്ടനും ഒക്കെ നമുക്ക് പറയാം അല്ലേ. ഇപ്പം നമ്മുടെ നായികയുടെ പേരെന്തായിരുന്നു, ജയപ്രഭ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ജനാർദ്ദനൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, അതൊക്കെ അങ്ങനെ ജഗദീഷ് ചേട്ടൻ ഒക്കെ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുരളിച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് സീക്വൻസ് ഉള്ളെങ്കിൽ പോലും വളരെ ഡെപ്ത്. പിന്നെ നമ്മുടെ ഒരു പള്ളിയിലച്ഛനുണ്ടല്ലോ, വളരെ വയസ്സായിട്ടുള്ള ആ ഒരു പുള്ളിക്കാരൻ ഡയലോഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ. അപ്പോൾ നമ്മുടെ വിശാൽ കൃഷ്ണമൂർത്തി, നിഖിൽ മഹേശ്വർ അല്ലേ, എൻ്റെ മോനെ. പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു, ഇപ്പോഴും സിനിമയുടെ ആ ഒരു സോങ്ങിന്റെ സീക്വൻസ് ആണ് പല ആൾക്കാരുടെയും റിംഗ് ടൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും തന്നെ ബക്കറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ഇതിനകത്ത് 1-2 പാട്ട് എന്തായാലും നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാ. സ്റ്റിൽ മലയാളം ഹിറ്റ് സോങ്സ് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് കേൾക്കുന്നതിനകത്ത് ഉള്ള പാട്ടുകളാണ് പൂവേ പൂവേ പാലപ്പൂവേ. അതുപോലെ തന്നെ നമ്മുടെ എന്തേരോ എൻ്റെ മോനെ, അതിൻ്റെ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ കുറേ ഡയലോഗ് ഉണ്ട്. അദ്ദേഹം സംഗീതത്തിൻ്റെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിദ്യാസാഗർ ജി, എൻ്റെ മോനെ ലെജൻഡറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നന്ദി പറയണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിദ്യാജിയെ സെലിബ്രേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 സ്റ്റേറ്റ് അവാർഡ് വാരി കൂട്ടിയായിരുന്നു. സിനിമ പരാജയപ്പെട്ടുവെങ്കിലും വാരി കൂട്ടിയായിരുന്നു. ഏതൊക്കെയായിരുന്നു? ബെസ്റ്റ് ഫിലിം ഉണ്ട്, പിന്നെ ബെസ്റ്റ് മ്യൂസിക്കിനുള്ള അവാർഡ്, കോസ്റ്റ്യൂമിനുള്ള അവാർഡൊക്കെ കിട്ടിയത്. കോസ്റ്റ്യൂമിന്റെ കാര്യം, ആ ഒരു സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഡിഫറെന്റ് ആയിട്ട്, പ്രത്യേകിച്ച് നിഖിൽ മഹേശ്വറിന്റെ ആ ഒരു കോസ്റ്റ്യൂമും
പിന്നെ അതിനകത്തുള്ള നായികയുടെ ആ ഒരു കോസ്റ്റ്യൂമും അല്ലെ, നമ്മുടെ ലാലേട്ടൻ തന്നെ ആണെങ്കിൽ പോലും ഒരു 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 പ്രത്യേകത ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ്റെ ആ ഒരു പള്ളിയച്ഛൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു ഹോളിവുഡ് സ്റ്റൈൽ അല്ലെ, ഒരു ഒരു പ്രത്യേക ഫീലാണ് സിനിമ. പിന്നെ സൗണ്ട് മിക്സിങ്, ഇപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ആ ഒരു മണിയുടെ ആ ഒരു ടിങ് ആ സാധനമൊക്കെ, അയ്യോ അതൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഞങ്ങളുടെ ഒരു നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഗുജറാത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് സിനിമ വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്, നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. പ്രത്യേകിച്ച് ഡോൾബി അറ്റ്മോസ് ആയതുകൊണ്ടാണ് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മോനെ ആ മ്യൂസിക്കും ആ ഒരു ഹൊറർ ഫീലും ആ ഒരു മണിയുടെ ആ ഒരു സിംഗിൾ മണിയാണ് അടിക്കുന്നത്. അപ്പം എന്തായാലും അറ്റ്മോസ് മിക്സ് ചെയ്യുമ്പോൾ അവർ നോക്കിയും കണ്ടൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. യൂട്യൂബിൽ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ സൗണ്ട് ഒന്ന് എടുത്ത് വെച്ച് നോക്കിയേ, ഭയങ്കര ഷാർപ്നെസ് ആണ്. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ പ്ലേ ചെയ്ത് നോക്ക്, ഭയങ്കര ഷാർപ്നെസ് ആണ്. ഒരു പ്രത്യേക രീതിയിലാണ് സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തിയേറ്ററിൽ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ മോനെ വേറെ ലെവലിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ? ജൂലൈ 24. 24 ജൂലൈ 26 26 ഇപ്പോൾ റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ദിവസം പ്രത്യേകത പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അന്നാണ് നമ്മുടെ ഡെഡ് പൂളിൻ്റെ റിലീസ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ എന്തായാലും ആ സമയത്ത് വേറെ മറ്റ് സിനിമകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ഓഡിയൻസ് എന്തായാലും ഈ ഒരു സിനിമ ഒന്ന് തിയേറ്ററിൽ വന്ന് കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പം എന്തായാലും ഇത് മിസ് ചെയ്ത് നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാര്യം ഒരു പരാജയപ്പെട്ട, അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെയോ ആർക്കൊക്കെയോ പറയാനുണ്ട്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട് ഗൈസ്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അന്ന് പറയാൻ ബാക്കി വെച്ച ആ ഒരു സിനിമ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ 2024 പ്രേക്ഷകർ അത് തിയേറ്ററിൽ കണ്ടിട്ട് എന്തായാലും പറയാനുള്ള സാധ്യതയുണ്ട്. സിനിമയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, യൂട്യൂബിലൊക്കെ സിനിമ അവൈലബിൾ ആണ്, പക്ഷേ നിങ്ങളത് കാണരുത്. ഇപ്പം എന്തായാലും ഒരു സീൻ പോലും നിങ്ങൾ കാണാതെ ആ ഒരു ഫ്രഷ് മൈൻഡ് എന്ന് തന്നെ പറയാം അല്ലേ. കുറേ ആയി കാണുമല്ലോ ഇപ്പോൾ കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി കണ്ട് അത് ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസിൽ ആ ഒരു ഹൊറർ ഫീലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 26 ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് മറക്കാതെ പോയിട്ട് ഈ ഒരു സിനിമ ഡോൾബി അറ്റ്മോസിൽ തന്നെ പോയിട്ട് കണ്ട് ആസ്വദിക്കുക അല്ലേ. അത്രയാണ് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നന്ദി പറയണം. ഇന്നിപ്പോൾ നമുക്ക് ഇതുപോലെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായല്ലോ അല്ലേ. അപ്പം ഇതുപോലെ എല്ലാ സിനിമകളും ഇറങ്ങട്ടെ.